നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മട്ട 2 ചാക്ക്, പച്ചരി നമ്പർ 2 ചാക്ക് 1, സവാള 3 ചാക്ക്, പരിപ്പ് 50 ചാക്കിന്റെ 1, മൊത്തം 4 ഐറ്റം. സവാള 3 ചാക്ക്, സവാള 3 3, പരിപ്പ് 50 ചാക്ക് 1, പരിപ്പ് 50 കിലോ അല്ലേ? എടാ മൊത്തം 4 ഐറ്റം. ചേട്ടാ ബാക്കിയുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കൂടെ കൊടുത്തിട്ട് പോണേ. കൊടുത്തേക്കാം. ഓ സത്യ ഇന്ദിരം വരുന്നുണ്ട്. ചേട്ടന്റെ ജോലി ചെയ്യും. സത്യ, നീ എന്താണ് ഇവിടെ? നീ രാവിലെ കണ്ണനെ വിളിച്ചിട്ട് എന്നെ ഒന്നും വിളിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ഞാൻ നിന്റെ ഫോണിലേക്ക് എത്ര തവണ വിളിച്ചെന്നറിയോ? എന്ത് കാര്യത്തിന് എന്നെ വിളിച്ചത്? ഞാൻ കുടുംബത്തിന് നാണക്കേടുണ്ടാക്കുന്ന ആളല്ലേ? എടാ, നമ്മുടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊക്കെ നീ ബാക്കിയുള്ളവരെ കൂടെ അറിയിക്കുന്ന എന്തിനാ? നീ വേഗം നമ്മുടെ കടയിലേക്ക് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. ഞാനിവിടെ ജോലിയില്ല. എടാ, എന്ത് ജോലി? എടാ, അപ്പുറത്ത് സ്വന്തം കടയുള്ളപ്പോ ഇവിടെ വന്ന് എടുത്തു കൊടുക്കാനായിട്ട് ജോലിക്ക് നിൽക്കാൻ നിനക്ക് നാണമില്ലേ? ഇതിൽ നാണിക്കാൻ എന്തിരിക്കുന്നു? കുറെ കാലം ഏട്ടൻ ഇതേ സ്ഥാപനത്തിൽ ഇതേ ജോലി ആളല്ലേ? സത്യനെ ഞങ്ങളുടെ തിയേറ്ററിലെ കാര്യങ്ങൾ നോക്കാൻ അച്ഛൻ ഏൽപ്പിച്ചതാ. പക്ഷെ ഇവനറിയാവുന്ന ജോലി ഇതാണെന്ന് ഇവൻ പറഞ്ഞു. ഓ, ഇവനെ ഇവിടെ നിർത്തിയാ അവിടത്തെ കച്ചവടം കൂടി ഇങ്ങോട്ട് കൊണ്ടുവരാലോ അല്ലേ? ആ ബിസിനസ് ട്രക്കൊക്കെ എനിക്ക് മനസ്സിലാവും. ഇങ്ങോട്ട് പോടാ. സത്യ, ദയവ് ചെയ്ത് നീ എന്നെ മാനം കെടുത്തരുത്. എടാ, നിനക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പറഞ്ഞു തീർക്കാം. നീ ഇപ്പോ ഇവിടുന്ന് ഇറങ്ങി എന്റെ കൂടെ വരണം. നടക്കില്ലേട്ടാ. എന്നെ എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ അഭയം തന്നവരാ സച്ചിസാറും കുടുംബവും. ഇനി മുതൽ ഇവിടെ ജോലി ചെയ്ത് ജീവിക്കാനാ എന്റെ തീരുമാനം. ഏട്ടൻ പോവാൻ നോക്ക്, എനിക്ക് കസ്റ്റമർ ഉണ്ട്. ഉമർക്കാ, എടാ വാ, നമുക്ക് കടല ഏതോ നോക്കാം. നീ ചെയ്യുന്ന ഒട്ടും ശരിയല്ല. എടാ, നിന്നെ ഈ ബിസിനസ് പഠിപ്പിച്ച ഞാനാ. ഇവരോടൊപ്പം ചേർന്ന് നീ എന്റെ ബിസിനസ് തകർക്കരുത്. ഇന്ദ്ര, അതെങ്ങനെ? ഇന്ദ്രൻ അച്ഛന്റെ കടയിൽ നിന്ന് പിരിഞ്ഞ് തൊട്ടപ്പുറം സ്വന്തമായിട്ട് ഷോപ്പ് ആരംഭിച്ചപ്പോ ഞങ്ങളുടെ ബിസിനസ് തകർന്നില്ലല്ലോ. അതുപോലെ നിങ്ങൾ മനസ്സ് വെച്ചാ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും. ഞാൻ എന്റെ അനിയനുമായിട്ടാ സംസാരിക്കുന്നത്. നീ ഇതിലാണ് പറഞ്ഞ എന്താ? എടാ, നമ്മുടെ കുടുംബത്തിന്റെ കുഴി നീ തോണ്ടരുത്. എടാ, നീ എന്റെ കൂടെ വാ. നിനക്ക് ഇനി അവിടെ ഒരു വിഷമം തട്ടാതെ ഞാൻ നോക്കിക്കോളാം. നിന്റെ ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരാം. എനിക്ക് വേണ്ടി ഏട്ടൻ ഇനി ഒരു ത്യാഗവും ചെയ്യണ്ട. എന്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയാം. എന്നെ ഇറക്കി വിട്ടവരോട് മത്സരിച്ച് ജീവിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. സത്യ, അതെ, ഇനി എന്റെ കൂറും കടപ്പാടും ഒക്കെ ഞാൻ നിൽക്കുന്ന സ്ഥാപനത്തോടും എന്നെ സഹായിച്ചവരോടും ആയിരിക്കും. അതിന് വെറുപ്പോ പകയൊന്നും തോന്നിട്ട് ഒരു കാര്യമില്ല. ആരോഗ്യപരമായിട്ടുള്ളൊരു മത്സരമാണെങ്കിൽ അതാവാം. വേണ്ട വേണ്ട, നീ ജയിച്ചോ. എടാ, ഞാൻ വേണമെങ്കിൽ എന്റെ കടയും അടച്ചു പൂട്ടിയേക്കാം. എന്നെ തോൽപ്പിക്കലല്ല നിന്റെ ലക്ഷ്യം. ഞാൻ തോറ്റു തന്നിരിക്കുന്നടാ. എന്നേക്കുമായിട്ട് ഞാൻ തോറ്റു തന്നിരിക്കുക. അത് പോരെ നിനക്ക്?
സത്യ ദാ. ദാ. നിന്റെ ഭാഗത്ത് നിങ്ങളുടെ നീക്കം ഇന്ദിര തീരെ പ്രതീക്ഷിച്ചല്ല. നല്ല വിഷമവും ടെൻഷനും ഉണ്ട് പുള്ളിക്ക്. ദാ, നിനക്ക് സങ്കടമായില്ലേ? ഇതുകൊണ്ടാണ് ഞാനും അച്ഛനും ഈ ജോലി നിന്നോട് എടുക്കണമെന്ന് പറഞ്ഞത്. ഞാനിത് ഏറ്റെടുത്തത് മനഃപൂർവ്വ ഗോകുലെ. ഇപ്പോ ഏട്ടൻ വിഷമം കാണിച്ചെങ്കിലും നാളെ എന്നോടുള്ള വാശിക്കെങ്കിലും സ്വന്തം സ്ഥാപനം നന്നായി നടത്താൻ നോക്കും. ഞങ്ങളുടെ അമ്മയില്ലേ ഏതോ മൂഢ സ്വർഗത്തിൽ എത്തിച്ചിരിക്കുക ഇന്ദ്രേട്ടനെ. അതിൽ നിന്ന് ഏട്ടൻ പുറത്തു വരണമെങ്കിൽ ഇതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ഏട്ടന് കൊടുത്തേ പറ്റൂ. ഉമ്മർക്ക അതിങ്ങെടുക്ക്. മോള് വിഷമിക്കരുത്. കഴിഞ്ഞതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറക്കണം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തില് നല്ല സമയവും മോശ സമയവും ഉണ്ടാവും. അതുപോലൊരു മോശ സമയമാണ് മോളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയെന്ന് വേണം കരുതാൻ. അങ്ങനെ കണ്ട് എല്ലാം മറക്കണം. ഇനി മോളുടെ അച്ഛൻ പറഞ്ഞു തരുന്നത് കേട്ട് മുന്നോട്ട് പോണം. അങ്ങനെയായാ മോക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും. അറിയാം ഭാനുമ്മ, എന്റെ വിവരക്കേടുകൊണ്ട് പല പല തെറ്റുകളും സംഭവിച്ചു. ഇനി അതൊരിക്കലും ഞാൻ ആവർത്തിക്കില്ല. മിടുക്കി. ആ, നന്നായി വരും. അവളുടെ പ്രായത്തിൻ്റെതായ ചില തെറ്റുകൾ പറ്റിപ്പോയി. അതും അവൾ അറിയാതെ. അതൊന്നും ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് ഞങ്ങൾക്ക് അവള് വാക്ക് തന്നിട്ടുണ്ട്. അത് മതി. ധൈര്യമായിട്ടിരിക്ക്. മോള് ഒരിക്കലും തനിച്ചല്ല. ആ ഓർമ്മയുണ്ടായാൽ മാത്രം മതി. പിന്നെ ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും. അതിനെയൊക്കെ അതിജീവിച്ച ഓരോരുത്തരും ജീവിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു തോൽവിയോ തിരിച്ചടിയോ ഉണ്ടാവുമ്പോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയല്ല വേണ്ടത്. ആ, ഞാൻ ഇറങ്ങട്ടെ മക്കളെ. ഇപ്പൊ ഇറങ്ങിയ രാത്രി ആകുന്നതിന് മുമ്പ് വീട്ടിലെത്താം. അയ്യോ, അപ്പൊ അച്ഛനെ കാണണ്ടേ ഭാനുമ്മേ? ആ, അതെ, ഇനി ഒരിക്കലാവാം. തൽക്കാലം മാഷിനോട് പറഞ്ഞാ മതി. ശരി. എങ്കിൽ പിന്നെ അത് മതി. ഒറ്റയ്ക്ക് അത്രയും ദൂരം പോകേണ്ടതല്ലേ? ഇടയ്ക്ക് വരാം മക്കളെ. ആ, അനുമോളൊന്ന് വന്നേ. എന്താ ഭാനുമ്മേ? അത് മോളെ, നിന്നോട് മാത്രമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത് ഭാനുമ്മേ? ഇന്ദ്രന്റെ കാര്യമാ മോളെ. ഓ, അവന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. ആകെ ഒറ്റപ്പെട്ട അവസ്ഥയിലാ. സത്യനും കൂടി ഇല്ലാതായപ്പോ ശരിക്കും തകർന്നുപോയി. അതിന്റെ കൂടെ കട പണയപ്പെടുത്തിയ പേപ്പറിൽ നീ ഒപ്പിട്ട് കൊടുക്കാത്തതിന്റെ ബുദ്ധിമുട്ടുമുണ്ട്. ഭാനുമ്മയോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു മോളെ. നിന്നോട് ആ പേപ്പറിലൊന്ന് ഒപ്പിട്ട് കൊടുക്കണോന്ന് പറഞ്ഞു. നീ അതങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തേരെ മോളെ. ഞാൻ ഒപ്പിട്ട് കൊടുക്കാം ഭാനുമ്മേ. അതിനെനിക്ക് മടിയൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ട് വരുന്നേ. ഭാനുമ്മ ഒരു കാര്യം ചെയ്യേ. ഇന്ദ്രേട്ടനോട് ഇവിടെ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒപ്പിടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കാൻ പറ. ഇന്ദ്രേട്ടൻ വന്നാ ഞാൻ വന്ന് ഒപ്പിട്ട് കൊടുക്കാം. ശരി മോളെ, ഞാൻ പറയാം. ഇന്ദ്രൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നാക്കും. എങ്കിൽ പിന്നെ ഭാനുമ്മ പോവുക. അച്ഛനോട് പറഞ്ഞേക്ക്. പറയാം. ഇടയ്ക്ക് വരണേ. പിന്നെ വരാതിരിക്കുവോ? ഉറപ്പായും വരും. ആ, മക്കളെ പോവാണേ. ശരി ഭാനുമ്മ.